അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇദ്ദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിനിടയിൽ ബദറുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു എന്നാൽ ഗൗരവമുള്ളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നമ്മൾ വീണ്ടും സ്ത്രീകളുടെ വിഷയത്തിൽ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്ന് രണ്ട് വിഷയങ്ങളെ കൂടി ഉൾപ്പെടുത്തി സംസാരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ജാഹിലിയ കാലത്ത് സ്ത്രീകളുടെ അവകാശം എന്ന് പറയാൻ പോലും ഇല്ലാത്ത വിധം അവരുടെ അവസ്ഥ പരിതാപകരമായിരുന്നു എന്ന് നമ്മൾ വിശദീകരിച്ചു. ഇസ്ലാമിൽ ഒരു സ്ത്രീക്കുള്ള ഗുണം, അവൾ സുരക്ഷിതയാണ്. അവൾ മാതാപിതാക്കളാലും സമൂഹത്തിലെ കുടുംബത്തിലെ ഏറ്റവും നല്ല സംവിധാനത്തിൻ്റെ നല്ല ഭാഗവാക്കായും ഏറ്റവും ആദരിക്കപ്പെടുന്ന ആദരണീയായ ഒരവസ്ഥയിലാണ് അവരുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസുകളിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ ഹദീസ് ഉദ്ധരിക്കല്ല. ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ടായി. ആ 3 പെൺകുട്ടികളെയും നന്നായി പഠിപ്പിച്ച് ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ പരിസരങ്ങളും ഒരുക്കി അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല ഒരു ദീനീയായി വിവാഹം നടത്തി അവളെ പറഞ്ഞയച്ചാൽ അയാൾക്ക് സ്വർഗം കിട്ടാൻ അത് മതി, അത് 2 പെൺകുട്ടികളായാലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആൺകുട്ടികളുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ഇല്ലല്ലോ, എന്നാൽ അതിനും പ്രതിഫലമുണ്ട് എന്ന് നമ്മൾക്കറിയാം. പക്ഷെ പെൺകുട്ടികളുടേത് ഇങ്ങനെ വരാൻ കാരണം സമൂഹത്തിൽ ഏത് അവസ്ഥയിലും അടിച്ചമർത്തപ്പെടുകയോ നീതി നിഷേധിക്കപ്പെടുകയോ ചെയ്യുന്ന വിഭാഗം സ്ത്രീകൾ ആയതുകൊണ്ടാവാം അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ ഇങ്ങനെ പ്രത്യേകമായി അവർ പരാമർശിക്കപ്പെട്ടത്. ഇനി നിങ്ങൾ നോക്കൂ, വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും അലോസരമുണ്ടായാൽ ആ അലോസരം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടണം. അതിൻ്റെ കൃത്യമായ നിർദ്ദേശം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരെ ഉപദേശിക്കുക, എന്നിട്ട് ഉപദേശം ഫലവത്താകുന്നില്ലെങ്കിൽ കിടപ്പറയിൽ നിന്ന് മാറിക്കിടക്കുക, അതും ഫലവത്താകുന്നില്ലെങ്കിൽ മുറിവ് വരാത്ത വിധം അടിക്കുക, അതും ശരിയാകുന്നില്ലെങ്കിൽ 2 ഭാഗത്തു നിന്നും ഹക്കമൻ മിൻ അഹ്ലിഹ 2 ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥന്മാർ ഇടപെടുക. എന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഒരു പുരുഷന് ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യാൻ 1ാമത്തെ ത്വലാഖ് ചെല്ലാൻ അവകാശമുള്ളൂ. ഇങ്ങനെ 2 ആവർത്തി കഴിഞ്ഞ് 3ാമത്തെ ആവർത്തിയോടുകൂടെ ത്വലാഖ് സമ്പൂർണ്ണമായി ചെല്ലിത്തീരുമ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ ഏകദേശം പരിഹൃതമാകാനൊരു സാധ്യത ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ അല്ലാഹു തആല വെച്ച നിബന്ധനകൾ കർശനമാണ്. നല്ല ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നിലക്കും അവർക്ക് വേർപിരിയാതിരിക്കാൻ സാധ്യമാകുന്നില്ലെങ്കിൽ ഖുർആൻ ഉപയോഗിച്ചൊരു വാക്ക് നോക്കണം. തസ്രീഹും ബി ഇഹ്സാൻ, തെറ്റിപ്പിരിയലല്ല. കേൾക്കണം, തെറ്റിപ്പിരിയലല്ല. തസ്രീഹും ബി ഇഹ്സാൻ, നല്ല നിലയിൽ വേർപിരിയുക എന്നതാണ്. നല്ല നിലയിൽ വേർപിരിയുക. സഹോദരിയെ അല്ല ഭാര്യയെ വിവാഹം മോചനം ചെയ്യുന്ന സമയത്ത് അവരുമായി ഇനി തുടർന്ന് ജീവിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വന്നു എന്ന് എല്ലാ നിലയിലും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് വേർപിരിഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കാം, ത്വലാഖ് ആവാം. പക്ഷെ ആ ത്വലാഖ് അവരെ സ്വതന്ത്രമായി വിടലാണ് എന്നതല്ലാതെ അവരുമായിട്ടുള്ള ബന്ധം പിരിയലല്ല, വിവാഹമേ പിരിഞ്ഞിട്ടുള്ളൂ. ഇസ്ലാമികമായ ബന്ധം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ് സഹോദരിമാരാണ് എന്നുള്ള ബന്ധം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തി ബഅ്ലുഹും മിൻ ബഅ്ലിൻ, വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്നവരാണ്. സാഹോദര്യത്താൽ ഈമാനികമായ വിശ്വാസ
സാദൃശ്യത്താൽ ഒരുപോലെ കഴിഞ്ഞുകൂടേണ്ടവരാണ് എന്ന ആ ബാധ്യത ഇവിടെ ഒഴിവാകുന്നില്ല. പറഞ്ഞു വന്നത് തെറ്റിപ്പിരിയലല്ല, നല്ല നിലയിൽ അവർ വേറിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം, പരസ്പരം സലാം പറയാം, സാധാരണ സംസാരങ്ങൾ നടത്താം, ഇസ്ലാമികമായ മര്യാദക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും എപ്രകാരമാണോ ഇടപഴകേണ്ടത് ആ രൂപത്തിലൊക്കെ അവർക്കും ഇടപഴകാം. നേരെ മറിച്ച് ഇന്ന് പലരും കാണിക്കുന്നത് പോലെ പിന്നെ അവരോട് മിണ്ടാൻ പാടില്ല, പിന്നെ അവരോട് സംസാരിക്കാൻ പാടില്ല. മാത്രമല്ല, കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെപ്പോലും തങ്ങളുടെ പരിധിയിലേക്ക് വലിച്ച് കൊണ്ടുവന്ന് എതിർകക്ഷിയോട്, ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നത്തിൻ്റെ പേരിൽ തെറ്റിക്കാനുള്ള, അകറ്റാനുള്ള ബോധപൂർവമായ ശ്രമം പല കുടുംബങ്ങളിലും വിവാഹമോചനത്തിന് ശേഷം സംഭവിക്കുന്നു. ഇത് കുറ്റകരമാണ്, നാളെ നരകത്തിൽ പോകേണ്ട പണിയാണ്. ഒരിക്കലും ഒരു പെണ്ണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു ആണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പറഞ്ഞു വന്നത്, ഇസ്ലാമിലെ വിവാഹമോചനം തെറ്റിപ്പിരിയലല്ല. ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമാകാതെ വന്നുമ്പോൾ അവർ വേറിട്ട് രണ്ട് ജീവിതം അവർ തിരഞ്ഞെടുക്കലാണ്. എന്നാൽ അവർ തമ്മിലുള്ള സാഹോദര്യ ബന്ധം, ഇസ്ലാമിക ബന്ധം മുറിച്ചു മാറ്റപ്പെടാവുന്നതല്ല, അത് നിഷിദ്ധമാണ്. ആ ബന്ധം തുടർന്നും നിലനിർത്തേണ്ടതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് സ്ത്രീയെ ഒഴിവാക്കാൻ ഇങ്ങനെ കുറച്ച് കടമ്പകളൊക്കെ ആവശ്യമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞൊരു കാര്യം, ഒരു സ്ത്രീക്ക് ഒരാളെ ഒഴിവാക്കണമെങ്കിൽ സ്വഭാവദൂഷ്യമാവാം, ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളാകാം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരുമിച്ച് പോകാൻ സാധിക്കുകയില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. മതപരമായ കാരണങ്ങളാൽ ഇനി ജീവിച്ചു പോകാൻ പറ്റുകയില്ല എന്ന് സ്ത്രീക്ക് തോന്നിയാൽ, മുസ്ലിം സ്ത്രീക്കുള്ളൊരവകാശം ഒരു മതത്തിലും എവിടെയും കാണാൻ സാധ്യമല്ല. അവൾക്ക് അയാളുമായി ബന്ധം വേർപിരിയാൻ പ്രത്യേകിച്ചുള്ള നിയമം, ശർഈയായ ഒരു കാരണമാണെങ്കിൽ അവർക്ക് വേർപിരിയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒന്ന്, അയാളോട് അവൾക്ക് ത്വലാഖ് വാങ്ങാം, ത്വലാഖ് ചോദിക്കാം. ഈ ത്വലാഖ് ചോദിക്കുന്നതാണ് ഫസ്ഖ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്നെ മൊഴി ചൊല്ലി ഒഴിവാക്കി തരണം, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇങ്ങനെ സാധ്യമല്ല. കാരണങ്ങൾ ഉണ്ടായിട്ടാണ് ഈ പറയുന്നത്, വെറുതെ അല്ല. വെറുതെ അങ്ങനെ ത്വലാഖ് വാങ്ങുന്നവൾ സ്വർഗത്തിൻ്റെ സുഗന്ധം അനുഭവിക്കുകയില്ല എന്ന് പറഞ്ഞ റസൂലുള്ളയാണ് ഇവിടെ വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അവൾക്ക് ത്വലാഖ് ചോദിക്കാം, അയാൾ അത് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി അയാൾ കൊടുത്തില്ലെങ്കിലോ? ഇവിടെയാണ് ഒരു പെണ്ണിൻ്റെ അവകാശവും അധികാരവും വരുന്നത്. ഈ പെണ്ണിന് അയാളെ സ്വമേധയാ ഒഴിവാക്കാം. സാങ്കേതികത്വം എന്ന് പറയുന്നത് അവളുടെ വലിയാണ് അവൾക്ക് വേണ്ടി അവനെ ഒഴിവാക്കിയതായിട്ട് പറയുന്നത്. വലിയ ഇവിടെ ഇല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ, ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം അവൾക്ക് തന്നെയും അവളുടെ വക്കാലത്ത് പള്ളിയിലെ ഇമാമിനോ അവൾക്ക് ചുമതലപ്പെട്ട ആർക്കെങ്കിലും നൽകിയാൽ, മുസ്ലിമായ ഒരാൾക്ക് നൽകി അവൾക്ക് വേണ്ടി അയാളുമായിട്ടുള്ള ബന്ധം വേർപിരിയാനുള്ള കരാറിൽ ഏർപ്പെടുകയും അവരെ വേർപ്പെടുത്തുകയും ചെയ്യാം. ഇവിടെ പെണ്ണ് തന്നെയും അങ്ങനെ പറയുന്നതിന് തടസ്സമില്ല. ഞാൻ താങ്കളുമായിട്ടുള്ള ബന്ധം ഒഴിവാകുന്നു, ഹുൽ ചെയ്യുന്നു എന്ന് പറയുന്നതിന് തടസ്സമില്ല. അതിന് പ്രത്യേകിച്ച് സാങ്കേതികത്വമൊക്കെ പണ്ഡിതന്മാർ പറയുന്നതാണ്. എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം അവൾക്ക് സാധ്യമല്ലാത്ത വിധം ആകുമ്പോൾ അയാളെ അവൾക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. ഇത് പെണ്ണിന് മാത്രം അവകാശപ്പെട്ട ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതത്തിലെ നിയമമാണ്. ആണിന് ഇങ്ങനെ ഒഴിവാക്കാൻ പാടില്ല. ഞാൻ നിന്നെ 3 ത്വലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ പോലും ഒരു ത്വലാഖ് മാത്രമേ സംഭവിക്കൂ. ഇതിൻ്റെ വിശദാംശം നമ്മൾ വേറെ പറയുന്നുണ്ട്. എന്നാൽ പെണ്ണിന് പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം തന്നെ അയാളിൽ നിന്ന് ഒഴിഞ്ഞു പോരാനുള്ള അവകാശം അള്ളാഹു വകവെച്ചു കൊടുത്തു. രണ്ടാമത്തത് മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നൊരു കാര്യം,
ഇപ്പോൾ ഒരാണിനെ പറ്റി അപവാദം പറയാൻ പാടില്ല, കുറ്റകരമാണ്. ഒരാണിനെ പറ്റി കുറ്റം പറയാൻ പാടില്ല, കുറ്റകരമാണ്. വ്യഭിചാര ആരോപണം ഉന്നയിക്കാൻ പാടില്ല, കുറ്റകരമാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ പെണ്ണിൻ്റെ വിഷയം, സ്ത്രീയുടെ വിഷയം പറഞ്ഞപ്പം അല്ലാഹു തആല അത് കുറച്ച് കർശനമായി പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? വല്ലദീന യർമൂനൽ മുഹ്സനാത്തി സുമ്മലം യതൂബു ബി അർബഅത്തി ശുഹദാ ഫജ്ലിദൂഹും 80 ജൽദ വലാ തഖ്ബലഹും ഷഹാദത്തൻ അബദാ ഉലൈക ഹുമുൽ ഫാസിഖൂൻ. ചാരിത്രവതികളായ നല്ല സ്ത്രീകളുടെ മേൽ വ്യഭിചാര ആരോപണം ഉന്നയിക്കുകയും എന്നിട്ട് അതിന് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ 80 അടി അടിക്കണം. മാത്രമല്ല അവരുടെ സാക്ഷ്യം, ഒരു കാര്യത്തിനും ഇനി അവരെ സാക്ഷി നിർത്താൻ പാടില്ല. ഒരിക്കലും അവരെ ഒരു കാര്യത്തിനും സാക്ഷി നിർത്താനും പാടില്ല. അവർ തന്നെയാകുന്നു ഫാസിഖുകൾ, അധർമ്മകാരികൾ. നിങ്ങൾ നോക്കൂ, ഒരു ആണിനെപ്പറ്റി വ്യഭിചാരാരോപണം പറയുന്നുണ്ട് ആളുകൾ, അവരെ ഇങ്ങനെ 4 അടി അടിക്കണമെന്നൊരു നിയമം ചില പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ടെങ്കിലും അല്ലാഹു തആല ശരിക്ക് സ്ത്രീകളുടെ കാര്യത്തിലാണിത് പറഞ്ഞത് എന്നതുകൊണ്ട് ആ സ്ത്രീകളെപ്പറ്റി, വിശ്വാസിനികളായ സ്ത്രീകളെ പറ്റിയിട്ട് ഇങ്ങനെ അപവാദം പറയുന്നവർക്ക് 3 സാക്ഷികളെ കൊണ്ടുവന്നാൽ 3 പേരെയും അടിക്കും. ശരിക്ക് കണ്ടു വ്യഭിചരിക്കുന്നത്, അവൾ വ്യഭിചരിക്കുന്നത് ശരിക്ക് കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടെങ്കിലും മിണ്ടാൻ പാടില്ല. 4 ആളുകൾ കാണുകെ അങ്ങനെ ഒരു കാര്യം ചെയ്ത ഒരു പെണ്ണിനെപ്പറ്റി ഭരണാധികാരിയുടെ മുമ്പിൽ ആ വിഷയം പോയി പറയാം എന്നല്ലാതെ പറയണം എന്ന ഒരു നിയമമില്ല. വൃത്തിയായി കേൾക്കണം. അങ്ങനെ കണ്ടത് പറയണം എന്നൊരു നിയമമില്ല. പറയണമെങ്കിൽ 4 സാക്ഷികൾ ഉണ്ടാകണം. 4 സാക്ഷികളില്ലെങ്കിൽ മിണ്ടരുത്. 3 ആളുകളാണെങ്കിലും മിണ്ടരുത്. കാരണം അഭിമാനത്തിന് ക്ഷതം വരുന്നതും അവൾക്ക് പിന്നീട് ഖേദിച്ചു മടങ്ങാൻ ഇടവരുന്നതുമായ സാഹചര്യം ഉണ്ടാവാൻ സ്ത്രീയുടെ കാര്യമാണ്. അവൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരബദ്ധം, ഒരവിവേകം വന്നുപോയാൽ എന്നേക്കും അവളുടെ ജീവിതത്തിൽ അത് മുറിവായി നിലനിൽക്കുകയും പിന്നീടുള്ള അവരുടെ ദാമ്പത്യ ജീവിതമോ കുടുംബജീവിതമോ എന്നേക്കുമായി വഴിയാധാരമായി പോകാൻ സാധ്യതയുണ്ടായതുകൊണ്ടാണ് ഖുർആൻ സ്ത്രീയുടെ പേരിൽ, നല്ലവളായി ജീവിക്കുന്ന വിശ്വാസിനിയായ ഒരു സ്ത്രീയുടെ പേരിൽ വ്യഭിചാരാരോപണം നടത്തുന്നവരെ 80 അടി അടിക്കണമെന്ന് പറയുകയും എന്നാൽ കണ്ടവർ ഉടനെ തന്നെ പോയി ആ വിവരം ഭരണാധികാരിയെ അറിയിക്കണമെന്ന് പറയുന്നതിന് പകരം അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും അള്ളാഹു പറയാതിരിക്കുകയും ചെയ്തത്. ഇവിടെ ഒരായത്ത് കൂടെ ഇതിൻ്റെ ബാക്കി സൂറത്തുൻ നൂറിൽ അള്ളാഹു പറയുന്നൊരു കാര്യം ഇപ്രകാരമാണ്: ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി. വിശ്വാസിനികളായ നല്ല സ്ത്രീകളെക്കുറിച്ച്, പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച് എന്ത് ചെയ്യരുത്? ആക്ഷേപിക്കുന്ന ആളുകൾ ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ, അവർ ഈ ദുനിയാവിലും പരലോകത്തും ശപിക്കപ്പെട്ടവരാണ്. വലഹും അദാബുൻ അലീം, അവർക്ക് ഭയങ്കര ശിക്ഷയുണ്ട്. നോക്കൂ നിങ്ങൾ, പൂർത്തിയായല്ലോ. ഈ ആയത്തുകൂടെ കേൾക്കുന്നതോടുകൂടി വിഷയം പൂർത്തിയായി. പറഞ്ഞത് ഇത് ഇസ്ലാമിൽ മാത്രമുള്ള സ്ത്രീയെ സംരക്ഷിക്കുകയും അവളുടെ കുടുംബജീവിതം എന്നേക്കുമായി തകരാവുന്ന വിധത്തിൽ ആരോപണം, വിവാഹിതയായാലും വിവാഹിതയല്ലെങ്കിലും അവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നവരെ പിടിച്ച് 80 അടി അടിക്കണമെന്നും ഒരു കാരണത്താലും അവരെ ഇനി ഒരു കാര്യത്തിന് സാക്ഷി നിർത്തരുതെന്നും പരലോകത്ത് അവർക്ക് ഭയങ്കര ശിക്ഷ വരുന്നു എന്നും പറയുന്നത് സ്ത്രീകളുടെ സംരക്ഷണം, അവളുടെ അഭിമാനം, അവളുടെ കുടുംബജീവിതത്തിൻ്റെ റോള് എത്രമാത്രമാണ് അവളെ സംരക്ഷിക്കുന്നത് എന്ന് അവൾ മനസ്സിലാക്കണമെന്നതുകൊണ്ടാണ്. ഇത് പുരുഷന്മാർ മനസ്സിലാക്കണം. സ്ത്രീകൾ സ്വന്തം അവകാശത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ ദീനിൽ ജീവിക്കുന്ന പെണ്ണുങ്ങളെയാണ് ഈ പറയുന്നത് എന്ന് ഖുർആൻ പ്രത്യേകമായി പറയുന്നുണ്ട്. നമ്മൾ കേട്ടല്ലോ, സത്യവിശ്വാസിനികളായ പതിവ്രതകളായ നല്ല സ്ത്രീകൾ, സ്വഭാവശുദ്ധിയുള്ള ചാരിത്രവതികളായ നല്ല സ്ത്രീകൾ അവരാവുക എന്നതാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ പരിരക്ഷ കിട്ടാനും സഹായം കിട്ടാനും ഇസ്ലാമിക ജീവിതത്തിലെ കുടുംബത്തിലെ സുഖവും സന്തോഷവും കിട്ടാനും ഏറ്റവും അർഹമായത്, അവകാശപ്പെട്ടത് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കുക.
ബാക്കിയുള്ള കാര്യം ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ നമുക്ക് പറയാം. റഹ്മാനായ റബ്ബ് നല്ല കുടുംബജീവിതം നയിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെടുന്നത് ഏതവസരത്തിലായാലും സ്വർഗം ലഭിക്കുന്ന മുഅ്മിനുകളായി മരണപ്പെട്ടു പോകുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു തല ദീനീ ബോധം പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതശ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.